നെക്സ്റ്റ് ടോപ്പിക്ക് ട്രിപ്പിൾ ഇൻ്റഗ്രൽസ് ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. സ്പേസിലുള്ള ഒരു റീജിയനെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്ത് സബ് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള വോളിയം എലമെൻറ്റ് ഡി സെഡ് ആർ ഡി ആർ ഡി തീറ്റ ആണ്. ദാറ്റ് ഈസ് ഡി വി ഈക്വൽ ടു ഡി സെഡ് ആർ ഡി ആർ ഡി തീറ്റ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് യൂസ് ചെയ്ത് സ്പേസിലുള്ള റീജിയൻസിനെ സബ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള വോളിയം എലമെൻറ്റ് ഡി എക്സ് ഡി വൈ ഡി സെഡ് ആയിരുന്നു. അവിടെ റെക്റ്റാങ്കുലർ ബോക്സസ് യൂസ് ചെയ്തിട്ടാണ് ആ റീജിയനെ സബ് ഡിവൈഡ് ചെയ്തത്. കേത്ത് റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ഡയമെൻഷൻസ് ഡെൽറ്റ എക്സ് കെ ബൈ ഡെൽറ്റ വൈ കെ ബൈ ഡെൽറ്റ സെഡ് കെ ആണെങ്കിൽ കേത്ത് റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം ഡെൽറ്റ എക്സ് കെ ഇൻറ്റു ഡെൽറ്റ വൈ കെ ഇൻറ്റു ഡെൽറ്റ സെഡ് കെ ആണ്. അതിൽ നിന്നാണ് വോളിയം എലമെൻറ്റ് ഡി വി ഈക്വൽ ടു ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് വന്നത്. ഇവിടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റീജിയനെ സബ് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള വോളിയം എലമെൻറ്റ് ഡി വി ഈക്വൽ ടു ഡി സെഡ് ആർ ഡി ആർ ഡി തീറ്റ. നമുക്കിതിൻ്റെ ഡെറിവേഷൻ പഠിക്കുവാനില്ല. സോ നിങ്ങൾ ഈ ഒരു വോളിയം എലമെൻറ്റ് ഓർത്തിരുന്നാൽ മതി. ഇത് യൂസ് ചെയ്ത് ഏത് ഫംഗ്ഷൻ്റെയും ആ റീജിയൻ ഡിയിലുള്ള ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനുള്ള ഫോർമുല നോക്കാം. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് ആർ തീറ്റ സെഡ് ഡി വി ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് ആർ തീറ്റ സെഡ് ഡി സെഡ് ആർ ഡി ആർ ഡി തീറ്റ. ഇവിടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള വേരിയബിൾസ് ആർ തീറ്റ ആൻഡ് സെഡ്, ഈ മൂന്ന് വേരിയബിൾസാണ് നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ആർ തീറ്റ സെഡിൻ്റെ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ഡിയിലുള്ള ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനുള്ള മെത്തേഡാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ്, അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു ആർ ആൻഡ് ഫൈനലി വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഈ ഒരു ഓർഡറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സാണ് ഇനി പറയുന്നത്. സോ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം അതിനു വേണ്ടി സ്റ്റെപ്പ് 1ൽ റീജിയൻ ഡി സ്കെച്ച് ചെയ്യുക. അതുപോലെ തന്നെ ആ റീജിയൻ ഡിയുടെ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ റീജിയൻ ഡിയുടെ ആർ തീറ്റ പ്ലെയിനിൽ, അതായത് എക്സ് വൈ പ്ലെയിനിലുള്ള ഷേഡ് നമ്മൾ സ്കെച്ച് ചെയ്യുന്നു. അത് തന്നെയാണ് നമ്മൾ ആർ തീറ്റ പ്ലെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനെ ആർ എന്ന് വിളിക്കുന്നു. ദെൻ റീജിയൻ ഡിയുടെ അപ്പർ ആൻഡ് ലോവർ ബൗണ്ടിങ് സർഫസസ് ലേബൽ ചെയ്യുക. അത് സം ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് തീറ്റ ഈ ഒരു ഫോമില ആയിരിക്കും. അതിനുശേഷം റീജിയൻ ആറിൻ്റെ എക്സ് വൈ പ്ലെയിനിലുള്ള റീജിയൻ ആറിൻ്റെ അപ്പർ ആൻഡ് ലോവർ ബൗണ്ടിങ് കേവ്സ് മാർക്ക് ചെയ്യുക. അത് സം ഫംഗ്ഷൻ ഓഫ് തീറ്റ ഈ ഒരു ഫോമില ആയിരിക്കും. അതിനുശേഷം ഇൻ്റഗ്രേഷൻ്റെ സെഡിൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ആർ തീറ്റ പ്ലെയിനിലുള്ള റീജിയൻ ആറിലെ, അതായത് എക്സ് വൈ പ്ലെയിനിലുള്ള റീജിയൻ ആറിലെ ആർബിട്രേറ്റൊരു പോയിൻ്റ് ആർ തീറ്റ ചൂസ് ചെയ്ത് ആ പോയിൻറ്റിലൂടെ സെഡ് ആക്സിസിന് പാരലലായിട്ട് ഇൻക്രീസിങ് സെഡിൻ്റെ ഡയറക്ഷനിൽ ഒരു ലൈൻ എം വരയ്ക്കുന്നു. ആ ലൈൻ എം റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സർഫസ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ റീജിയൻ ഡിയെ ലീവ് ചെയ്യുന്ന സർഫസ് മാർക്ക് ചെയ്യുന്നു. ലൈൻ എം റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു ജി വൺ ഓഫ് ആർ തീറ്റ എന്നുള്ള സർഫസിലൂടെയും അതുപോലെ തന്നെ ലീവ് ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു ജി ടു ഓഫ് ആർ തീറ്റ എന്നുള്ള സർഫസിലൂടെയും ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ സെഡിൻ്റെ ലിമിറ്റ്സ് വരുന്നത് സെഡ് ഈക്വൽ ടു ജി വൺ ഓഫ് ആർ തീറ്റ മുതൽ സെഡ് ഈക്വൽ ടു ജി ടു ഓഫ് ആർ തീറ്റ വരെയാണ്. ദെൻ ഇൻ്റഗ്രേഷൻ്റെ ആറിൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത പോയിൻ്റ് ആർ തീറ്റയിലൂടെ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വിധത്തിൽ ഇൻക്രീസിങ് ആറിൻ്റെ ഡയറക്ഷനിൽ ഒരു റേ എൽ കൺസിഡർ ചെയ്യുന്നു. ആ റേ എൽ റീജിയൻ ആറിലേക്ക് എൻ്റർ ചെയ്യുന്ന കേവ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ റീജിയൻ ആറിനെ ലീവ് ചെയ്യുന്ന കേവ് മാർക്ക് ചെയ്യുന്നു. റേ എൽ റീജിയൻ ആറിലേക്ക് എൻ്റർ ചെയ്യുന്നത് ആർ ഈക്വൽ ടു എച്ച് വൺ ഓഫ് തീറ്റ എന്നുള്ള കേവിലൂടെയും അതുപോലെ റീജിയൻ ആറിനെ ലീവ് ചെയ്യുന്നത് ആർ ഈക്വൽ ടു എച്ച് ടു ഓഫ് തീറ്റ എന്നുള്ള കേവിലൂടെയും ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ ആറിൻ്റെ ലിമിറ്റ്സ് വരുന്നത് ആർ ഈക്വൽ ടു എച്ച് വൺ ഓഫ് തീറ്റ മുതൽ ആർ ഈക്വൽ ടു എച്ച് ടു ഓഫ് തീറ്റ വരെ. അതുപോലെ തന്നെ റീജിയൻ ആറിനെ ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ റേ എൽ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ വാല്യൂ തീറ്റ ഈക്വൽ ടു ആൽഫ മുതൽ തീറ്റ ഈക്വൽ ടു ബീറ്റ വരെ വാരി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ തീറ്റയുടെ ലിമിറ്റ്സ് വരുന്നത് തീറ്റ ഈക്വൽ ടു ആൽഫ മുതൽ തീറ്റ ഈക്വൽ ടു ബീറ്റ വരെ ആയിരിക്കും. ദെൻ ഇത് യൂസ് ചെയ്ത് എഫ് ഓഫ് ആർ തീറ്റ സെഡ് എന്നുള്ള ഫംഗ്ഷൻ്റെ റീജിയൻ ഡിയിലുള്ള ട്രിപ്പിൾ ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് ആർ തീറ്റ സെഡ് ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രൽ തീറ്റ ഈക്വൽ ടു ആൽഫ ടു തീറ്റ ഈക്വൽ ടു ബീറ്റ ഇൻ്റഗ്രൽ ആർ ഈക്വൽ ടു എച്ച് വൺ ഓഫ് തീറ്റ ടു ആർ ഈക്വൽ ടു എച്ച് ടു ഓഫ് തീറ്റ ഇൻ്റഗ്രൽ സെഡ് ഈക്വൽ ടു ജി വൺ ഓഫ് ആർ തീറ്റ ടു സെഡ് ഈക്വൽ ടു ജി ടു ഓഫ് ആർ തീറ്റ എഫ് ഓഫ് ആർ തീറ്റ സെഡ് ഡി സെഡ് ആർ ഡി ആർ ഡി തീറ്റ. ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് ഫംഗ്ഷൻ എഫിൻ്റെ റീജിയൻ ഡിയിലുള്ള ട്രിപ്പിൾ ഇൻ്റഗ്രൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദി സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ 0 to 2π ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ ആർ ടു റൂട്ട് ഓഫ് 2 മൈനസ് ആർ സ്ക്വയർ ഡി സെഡ് ആർ ഡി ആർ ഡി തീറ്റ. ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇവിടെ സെഡ് വാരി ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു ആർ മുതൽ സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 മൈനസ് ആർ സ്ക്വയർ വരെയും
ആർ വാരി ചെയ്യുന്നത് r = 0 മുതൽ r = 1 വരെയും, അതുപോലെ തീറ്റ വാരി ചെയ്യുന്നത് θ = 0 മുതൽ θ = 2π വരെയുമാണ്. നമുക്ക് ഈ സിലിണ്ടറിക്കൽ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു z ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ വേരിയബിൾസ് r ആൻഡ് തീറ്റ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ വിത്ത് റെസ്പെക്ട് ടു z ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ =0 to 2π (0 to 1 z r dr dθ. സെഡിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ =0 to 2π (0 to 1 √2 - r² - r ഇൻറ്റു r dr dθ. ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു r ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു r ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആവശ്യം വരും എന്നുള്ളതുകൊണ്ടാണ് ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ =0 to 2π (0 to 1 √2 - r² ഇൻറ്റു r dr മൈനസ് =0 to 1 r² dr dθ. ദെൻ അതിൽ ആദ്യത്തെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, അതായത് =0 to 1 √2 - r² ഇൻറ്റു r dr, ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് അതിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടി അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലായിട്ടുള്ള ഇൻ്റഗ്രൽ √2 - r² ഇൻറ്റു r dr അത് കൺസിഡർ ചെയ്യുന്നു. അത് സോൾവ് ചെയ്യുന്നു. അതിന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പുട്ട് u = 2 - r². ദെൻ du = -2r dr. അതിൽ നിന്നും r dr = -1/2 du. ദെൻ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ ആ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ -1/2 ഇൻറ്റു ഇൻ്റഗ്രൽ √u du ഇതുപോലെയാകും. ദെൻ അതിന് വിത്ത് റെസ്പെക്ട് ടു u ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -1/2 u⁵3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് c. ദെൻ യുവിന് പകരം 2 - r² ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ 2 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ -1/3 ഇൻറ്റു 2 - r²⁵3/2 പ്ലസ് c. സോ √2 - r² ഇൻറ്റു ആറിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു r ആണ് -1/3 ഇൻറ്റു 2 - r²⁵3/2. ഇത് യൂസ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു r ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു r ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ =0 to 2π -1/3 2 - r²⁵3/2 r³ ഡിവൈഡഡ് ബൈ 3 dθ. ആറിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ =0 to 2π -1/3 പ്ലസ് 2√2 ഡിവൈഡഡ് ബൈ 3 -1/3 dθ. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ =0 to 2π 2√2 - 2 ഡിവൈഡഡ് ബൈ 3 dθ. ഇവിടെ ഇൻ്റഗ്രാൻഡ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ അതിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2√2 - 2 ഡിവൈഡഡ് ബൈ 3 തീറ്റ എന്ന് കിട്ടും. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ =2√2 - 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2π. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4π ഇൻറ്റു √2 - 1 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അതാണ് ഗിവൻ ട്രിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഫോർ ഇൻ്റഗ്രേറ്റിംഗ് എ ഫംഗ്ഷൻ f of r theta z over the region D bounded below by the plane z = 0, laterally by the cylinder x² plus y minus 1 whole square = 1 and above by the paraboloid z = x² plus y². Find the volume of D. സോ നമുക്കിവിടെ റീജിയൻ ഡി തന്നിട്ടുണ്ട്. ആ റീജിയൻ ഡിയെ അടിഭാഗത്ത് ബൗണ്ട് ചെയ്യുന്നത് z = 0, അതായത് XY പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗം ബൗണ്ട് ചെയ്യുന്നത് z = x² plus y² എന്നുള്ള പരാബോളോയിഡ് ആണ്. ആ റീജിയനെ ലാറ്ററലി ബൗണ്ട് ചെയ്യുന്നത്, അതായത് അതിൻ്റെ സൈഡ്സ് ബൗണ്ട് ചെയ്യുന്നത് x² plus y minus 1 whole square = 1 എന്നുള്ള സിലിണ്ടറുമാണ്. ദെൻ ആ റീജിയനിൽ ഒരു ഫംഗ്ഷൻ f of r theta z ആർബിട്രേറ്റ് ഒരു ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത്. ആ ഫംഗ്ഷൻ്റെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുവാനാണ് ഇവിടെ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ആ റീജിയൻ ഡിയുടെ വോളിയം കണ്ടുപിടിക്കുവാനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ റീജിയനിൽ ഒരു ഫംഗ്ഷൻ എഫിൻ്റെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ആദ്യം റീജിയൻ ഡി സ്കെച്ച് ചെയ്യാം. റീജിയൻ ഡിയെ ബൗണ്ട് ചെയ്യുന്നത്, അതിൻ്റെ താഴെ ബൗണ്ട് ചെയ്യുന്നത് z = 0, അതായത് r θ പ്ലെയിൻ ആണ്. ആ റീജിയൻ ഡിയുടെ മുകൾ ഭാഗം ബൗണ്ട് ചെയ്യുന്നത് z = x² plus y² എന്നുള്ള പരാബോളോയിഡ് ആണ്. അതുപോലെ തന്നെ റീജിയൻ ഡിയുടെ സൈഡിൽ, അതായത് ലാറ്ററലി അതിനെ ബൗണ്ട് ചെയ്യുന്നത് x² plus y minus 1 whole square = 1 എന്നുള്ള സർക്കുലർ സിലിണ്ടറുമാണ്. ദെൻ ആ റീജിയൻ ഡി ഇവിടെ സ്കെച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ റീജിയനിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം വിത്ത് റെസ്പെക്ട് z ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് റീജിയൻ ഡിയുടെ XY പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ, അതായത് XY പ്ലെയിനിലുള്ള ഷാഡോ കൺസിഡർ ചെയ്യുന്നു. റീജിയൻ ഡിയുടെ XY പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ
ഈ റീജിയൻ ഡിയുടെ ബേസ് തന്നെയാണ്, അതായത് x² + y - 1² = 1 എന്നുള്ള സർക്കിൾ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആയിരിക്കും റീജിയൻ ഡിയുടെ XY പ്ലെയിനിൽ, അതായത് r θ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ. അതാണ് റീജിയൻ R. അതും അവിടെ ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് റീജിയൻ ഡിയുടെ അപ്പർ ആൻഡ് ലോവർ ബൗണ്ടിങ് സർഫസസ് മാർക്ക് ചെയ്യാം. റീജിയൻ ഡിയെ അടിഭാഗത്ത് ബൗണ്ട് ചെയ്യുന്നത് z = 0 എന്നുള്ള പ്ലെയിനാണ്, അതായത് r θ പ്ലെയിൻ തന്നെയാണ്. അതുപോലെ തന്നെ റീജിയൻ ഡിയുടെ മുകൾ ഭാഗം ബൗണ്ട് ചെയ്യുന്നത് z = x² + y² എന്നുള്ള പരാബോളോയിഡാണ്. അതിനെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ വേണ്ടി അവിടെ കാർട്ടീഷ്യൻ ഫോമിലാണ് ആ പരാബോളോയിഡിൻ്റെ ഇക്വേഷൻ തന്നിട്ടുള്ളത്. z = x² + y² എന്നുള്ളത് കാർട്ടീഷ്യൻ ഫോമിലുള്ള പരാബോളോയിഡിൻ്റെ ഇക്വേഷനാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ ഫോമിലുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുവാൻ വേണ്ടി പുട്ട് x = r cos θ ആൻഡ് y = r sin θ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ ആ പരാബോളോയിഡിൻ്റെ ഇക്വേഷൻ z = r² cos² θ + r² sin² θ ഈ ഒരു ഫോമിലായിരിക്കും. അതിൽ റൈറ്റ് സൈഡിൽ നിന്നും r² കോമൺ ആയിട്ട് എടുക്കുമ്പോൾ z = r² × cos² θ + sin² θ. cos² θ + sin² θ = 1 ആയതുകൊണ്ട് z = r² എന്ന് കിട്ടും. അതാണ് z = x² + y² എന്നുള്ള പരാബോളോയിഡിൻ്റെ പോളാർ ഫോമിലുള്ള ഇക്വേഷൻ. സോ റീജിയൻ ഡിയുടെ മുകൾ ഭാഗം ബൗണ്ട് ചെയ്യുന്നത് z = r² എന്നുള്ള സർഫസും അതുപോലെ തന്നെ അടിഭാഗം ബൗണ്ട് ചെയ്യുന്നത് z = 0 എന്നുള്ള സർഫസുമാണ്. ദെൻ റീജിയൻ ആറിനെ ബൗണ്ട് ചെയ്യുന്ന കേവ് x² + y - 1² = 1 എന്നുള്ള സർക്കിളാണ്. ആ സർക്കിളിൻ്റെ പോളാർ ഫോമിലുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുവാൻ വേണ്ടി പുട്ട് x = r cos θ ആൻഡ് y = r sin θ. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ ഈ ഒരു ഫോമിലായിരിക്കും. r cos θ² + r sin θ - 1² = 1. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ r² cos² θ + r² sin² θ + 1 - 2r sin θ = 1. 1 ക്യാൻസൽ ചെയ്ത് കളയുക. അതുപോലെ തന്നെ ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്നും r² കോമൺ എടുക്കുക. ഇതുപോലെ ചെയ്യുമ്പോൾ r² × cos² θ + sin² θ - 2r sin θ = 0. cos² θ + sin² θ = 1 ആയതുകൊണ്ട് r² - 2r sin θ = 0. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ r = 2 sin θ എന്ന് കിട്ടും. സോ റീജിയൻ ആറിനെ ബൗണ്ട് ചെയ്യുന്നത് r = 2 sin θ എന്നുള്ള സർക്കിളാണ്. ഇത് നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി റീജിയൻ ആറിലെ ആർബിട്രറി ആയിട്ടൊരു പോയിൻ്റ് r θ ചൂസ് ചെയ്ത് ആ പോയിന്റിലൂടെ ഇൻക്രീസിങ് സെഡിൻ്റെ ഡയറക്ഷനിൽ ഒരു ലൈൻ m കൺസിഡർ ചെയ്യുന്നു. z ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ m കൺസിഡർ ചെയ്യുന്നു. ആ ലൈൻ m റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സർഫസ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ റീജിയൻ ഡിയെ ലീവ് ചെയ്യുന്ന സർഫസ് മാർക്ക് ചെയ്യുന്നു. ലൈൻ m റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് z = 0, അതായത് r θ പ്ലെയിനിലൂടെയാണ്. അതുപോലെ തന്നെ റീജിയൻ ഡിയെ ലീവ് ചെയ്യുന്നത് z = r² എന്നുള്ള പരാബോളോയിഡിലൂടെയാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ സെഡിൻ്റെ ലിമിറ്റ്സ് വരുന്നത് z = 0 മുതൽ z = r² വരെയാണ്. ദെൻ ഇൻ്റഗ്രേഷൻ്റെ ആറിൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത പോയിൻ്റ് r θയിലൂടെ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വിധത്തിൽ ഇൻക്രീസിങ് ആറിൻ്റെ ഡയറക്ഷനിൽ ഒരു റേ L കൺസിഡർ ചെയ്യുന്നു. ആ റേ L റീജിയൻ ആറിലേക്ക് എൻ്റർ ചെയ്യുന്ന കേവ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ റീജിയൻ ആറിനെ ലീവ് ചെയ്യുന്ന കേവ് മാർക്ക് ചെയ്യുന്നു. റേ L റീജിയൻ ആറിലേക്ക് എൻ്റർ ചെയ്യുന്നത് r = 0യിലൂടെയും റീജിയൻ ആറിനെ ലീവ് ചെയ്യുന്നത് r = 2 sin θ എന്നുള്ള കേവിലൂടെയുമാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ ആറിൻ്റെ ലിമിറ്റ്സ് വരുന്നത് r = 0 മുതൽ r = 2 sin θ വരെ. അതുപോലെ തന്നെ ആ റീജിയൻ ആറിനെ ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റേ L പോസിറ്റീവ് x ആക്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ = 0 മുതൽ θ = π വരെ വാരി ചെയ്യണം. സോ ഇൻ്റഗ്രേഷൻ്റെ തീറ്റയുടെ ലിമിറ്റ്സ് വരുന്നത് θ = 0 മുതൽ θ = π വരെയാണ്. ഇത് നമുക്ക് ഒരു ഫംഗ്ഷൻ എഫിൻ്റെ ഈ റീജിയൻ ഡിയിലുള്ള ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഫോർമുല നോക്കാം. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി f(r θ z dv) = ഇൻ്റഗ്രൽ θ = 0 to θ = π, ഇൻ്റഗ്രൽ r = 0 to r = 2 sin θ, ഇൻ്റഗ്രൽ z = 0 to z = r² f(r θ z dz r dr dθ). അതാണ് നമ്മളോട് ആദ്യത്തെ പാർട്ടിൽ കണ്ടുപിടിക്കുവാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ഫംഗ്ഷൻ എഫിൻ്റെ റീജിയൻ ഡിയിലുള്ള ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ റീജിയൻ ഡിയുടെ വോളിയം കണ്ടുപിടിക്കുവാനാണ്. നമുക്കറിയാം വോളിയം ഓഫ് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ഡി = ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി dv. സോ എബോവ് ഫോർമുലയിൽ, അതായത് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി f(r θ z dv) = ഇൻ്റഗ്രൽ θ = 0 to θ = π, ഇൻ്റഗ്രൽ r = 0 to r = 2 sin θ, ഇൻ്റഗ്രൽ z = 0 to z = r² f(r θ z dz r dr dθ). ഈ ഒരു ഫോർമുലയിൽ f(r θ z) എന്നുള്ളത് 1 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റീജിയൻ ഡിയുടെ വോളിയം കണ്ടുപിടിക്കാം. സോ അതിൽ f(r θ z) = 1 എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഓഫ് റീജിയൻ ഡി = ഇൻ്റഗ്രൽ 0 to π, ഇൻ്റഗ്രൽ 0 to 2 sin θ, ഇൻ്റഗ്രൽ 0 to r² dz r dr dθ.
ദെൻ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾസ് ആർ ആൻഡ് തീറ്റ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π ഇൻ്റഗ്രൽ 0 to 2 sin തീറ്റ സെഡ് ഇൻറ്റു ആർ ഡി ആർ ഡി തീറ്റ. ഇവിടെ സെഡിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π ഇൻ്റഗ്രൽ 0 to 2 sin തീറ്റ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഡി ആർ ഡി തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π ഇൻ്റഗ്രൽ 0 to 2 sin തീറ്റ ആർ ക്യൂബ് ഡി ആർ ഡി തീറ്റ. ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആർ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾ തീറ്റ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ആർ ക്യൂബിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് r⁴ ഡിവൈഡഡ് ബൈ 4. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π r⁴ ഡിവൈഡഡ് ബൈ 4 ഡി തീറ്റ. ആറിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π 16 ഇൻറ്റു sin⁻⁴ തീറ്റ ഡിവൈഡഡ് ബൈ 4 ഡി തീറ്റ. 4 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π 4 sin⁻⁴ തീറ്റ ഡി തീറ്റ. ദെൻ sin⁻⁴ തീറ്റേനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി അതിനാദ്യം sin² തീറ്റ ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു. ദെൻ sin² തീറ്റയ്ക്ക് പകരം 1 - cos 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ഇത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π 1 - cos 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ദെൻ ഡിനോമിനേറ്ററിലുള്ള 4 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π 1 - cos 2 തീറ്റ ഹോൾ സ്ക്വയർ ഡി തീറ്റ. ദെൻ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π 1 + cos² 2 തീറ്റ മൈനസ് 2 cos 2 തീറ്റ ഡി തീറ്റ. cos² 2 തീറ്റയ്ക്ക് പകരം 1/2 ഇൻറ്റു 1 + cos 4 തീറ്റ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π 1 + 1/2 ഇൻറ്റു 1 + cos 4 തീറ്റ മൈനസ് 2 cos 2 തീറ്റ ഡി തീറ്റ. ദെൻ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to π 3/2 + 1/2 ഇൻറ്റു cos 4 തീറ്റ മൈനസ് 2 cos 2 തീറ്റ ഡി തീറ്റ. ദെൻ 3/2 ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് 3/2 ഇൻറ്റു തീറ്റ. അതുപോലെ 1/2 ഇൻറ്റു cos 4 തീറ്റയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് 1/8 ഇൻറ്റു sin 4 തീറ്റ. 2 cos 2 തീറ്റയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് sin 2 തീറ്റ. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 3/2 തീറ്റ പ്ലസ് 1/8 ഇൻറ്റു sin 4 തീറ്റ മൈനസ് sin 2 തീറ്റ. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 3/2 π 1/8 ഇൻറ്റു sin 4π മൈനസ് sin 0 മൈനസ് ഓഫ് sin 2π മൈനസ് sin 0. sin 4πയും sin 0യും sin 2πയും 0 ആയതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 3π/2. അതാണ് റീജിയൻ ഡിയുടെ വോളിയം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ഡി ബി ദി റീജിയൻ ബൗണ്ടഡ് ബിലോ ബൈ ദി പ്ലെയിൻ z = 0 above by the sphere x² + y² + z² = 4 and on the sides by the cylinder x² + y² = 1. Find the volume of the solid using the triple integrals in cylindrical coordinates. ഇവിടെ റീജിയൻ ഡി തന്നിട്ടുണ്ട്. ആ റീജിയൻ ഡിയുടെ അടിഭാഗം ബൗണ്ട് ചെയ്യുന്നത് z = 0 എന്നുള്ള പ്ലെയിൻ ആണ്. അതുപോലെ അതിൻ്റെ മുകൾ ഭാഗം ബൗണ്ട് ചെയ്യുന്നത് x² + y² + z² = 4 എന്നുള്ള സ്ഫിയർ ആണ്. അതുപോലെ തന്നെ ഈ റീജിയൻ്റെ സൈഡ്സ് ബൗണ്ട് ചെയ്യുന്നത് x² + y² = 1 എന്നുള്ള സിലിണ്ടർ ആണ്. ഈ റീജിയൻ ഡിയുടെ വോളിയം കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം വോളിയം ഓഫ് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ഡി = ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡി വി. നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാം. ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ റീജിയൻ ഡിയുടെ XY പ്ലെയിനിൽ അതായത് r⁻θ പ്ലെയിനിലുള്ള ഷേഡോ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ റീജിയൻ ഡി താഴെ z = 0 എന്നുള്ള പ്ലെയിനും മുകൾ ഭാഗത്ത് x² + y² + z² = 4 എന്നുള്ള സ്ഫിയറും സൈഡിൽ x² + y² = 1 എന്നുള്ള സിലിണ്ടറും കൂടി ബൗണ്ട് ചെയ്യുന്ന ഒരു റീജിയൻ ആണ്. റീജിയൻ ഡിയുടെ XY പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ അതിൻ്റെ ബേസിൻ്റെ XY പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ തന്നെയാണ്. സോ റീജിയൻ ഡിയുടെ XY പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ x² + y² = 1 എന്നുള്ള യൂണിറ്റ് സർക്കിൾ ബൗണ്ട് ചെയ്യുന്ന XY പ്ലെയിനിലുള്ള റീജിയൻ ആണ്. അതാണ് റീജിയൻ R. റീജിയൻ ഡിയുടെ അടിഭാഗം ബൗണ്ട് ചെയ്യുന്ന സർഫസ് z = 0 എന്നുള്ള പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗം ബൗണ്ട് ചെയ്യുന്ന സർഫസ് z = √4 - x² - y² എന്നുള്ള സ്ഫിയർ ആണ്. അതിനെ z = സം ഫംഗ്ഷൻ ഓഫ് r and θ ഈ ഒരു ഫോമിൽ എഴുതുമ്പോൾ z = √4 - r² എന്ന് കിട്ടും. സോ റീജിയൻ ഡിയുടെ അടിഭാഗം ബൗണ്ട് ചെയ്യുന്ന സർഫസ് z = 0. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗം ബൗണ്ട് ചെയ്യുന്ന സർഫസ് z = √4 - r². സോ ഈ റീജിയൻ ഡിയുടെ XY പ്ലെയിനിലുള്ള ഷാഡോ റീജിയനിൽ നിന്നും ആർബിട്രറി ആയിട്ട് ഒരു പോയിന്റ് r⁻θ ചൂസ് ചെയ്ത് ആ പോയിന്റിലൂടെ z ആക്സിസിന് പാരലലായിട്ട് ഇൻക്രീസിങ് സെഡിൻ്റെ ഡയറക്ഷനിൽ ഒരു ലൈൻ m കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ m ഈ റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് z = 0 എന്നുള്ള പ്ലെയിനിലൂടെയും റീജിയൻ ഡിയെ ലീവ് ചെയ്യുന്നത് z = √4 - r² എന്നുള്ള സ്ഫിയറിലൂടെയും ആയിരിക്കും. സോ ഇൻ്റഗ്രേഷൻ്റെ സെഡിൻ്റെ ലിമിറ്റ്സ് വരുന്നത് z = 0 മുതൽ z = √4 - r² വരെ.
ദെൻ റീജിയൻ ഡിയുടെ XY പ്ലെയിനിലേക്കുള്ള ഷാഡോ റീജിയൻ ആയിട്ടുള്ള ആറിനെ ബൗണ്ട് ചെയ്യുന്നത് x² + y² = 1 എന്നുള്ള യൂണിറ്റ് സർക്കിളാണ്. അതിൻ്റെ പോളാർ ഫോമിലുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. r = +or-1. അതിൽ r = 1 എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നു, പോസിറ്റീവ് വാല്യൂ ചൂസ് ചെയ്യുന്നു. സോ റീജിയൻ ആറിനെ ബൗണ്ട് ചെയ്യുന്ന കേർവ് r = 1 എന്നുള്ള സർക്കിളാണ്. ദെൻ റീജിയൻ ആറിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ആറിൻ്റെയും തീറ്റയുടെയും ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോയിൻ്റ് r തീറ്റയിലൂടെ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വിധത്തിൽ ഇൻക്രീസിങ് ആറിൻ്റെ ഡയറക്ഷനിൽ ഒരു റേ L കൺസിഡർ ചെയ്യുന്നു. ആ റേ L റീജിയൻ ആറിലേക്ക് എൻ്റർ ചെയ്യുന്നത് r = 0 എന്നുള്ള കേവിലൂടെയും അതുപോലെ തന്നെ റീജിയൻ ആറിനെ ലീവ് ചെയ്യുന്നത് r = 1 എന്നുള്ള കേവിലൂടെയുമാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ ആറിൻ്റെ ലിമിറ്റ്സ് വരുന്നത് r = 0 മുതൽ r = 1 വരെ. അതുപോലെ തന്നെ ഈ റീജിയനെ ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ ആംഗിൾ തീറ്റ, അതായത് റേ L പോസിറ്റീവ് x ആക്സുമായിട്ടുണ്ടാകുന്ന ആംഗിൾ വാല്യൂ തീറ്റ = 0 മുതൽ = 2π വരെ വാരി ചെയ്യണം. സോ ഇൻ്റഗ്രേഷൻ്റെ തീറ്റയുടെ ലിമിറ്റ്സ് വരുന്നത് = 0 മുതൽ = 2π വരെ. ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് ആ റീജിയൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ദി റീജിയൻ D =(D) dV which is equal to (θ = 0 to θ = 2π) r = 0 to r = 1 z = 0 to z = √4 - r² r dz dr dθ. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു z ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു z ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വേരിയബിൾസ് r and θ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു z ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ = 0 to π 0 to 1 z into r dr dθ. സെഡിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ = 0 to 2π 0 to 1 √4 - r² into r dr dθ. ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു r ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. √4 - r² into rൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു r കണ്ടുപിടിക്കുവാൻ വേണ്ടി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുന്നു. സോ കൺസിഡർ ഇൻ്റഗ്രൽ √4 - r² into r dr. അത് സോൾവ് ചെയ്യാൻ വേണ്ടി പുട്ട് u = 4 - r². ദെൻ du = -2r dr. അതിൽ നിന്നും -1/2 du = r dr. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ -1/2 ഇൻറ്റു ഇൻ്റഗ്രൽ √u du. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -1/2 ഇൻറ്റു u⁵2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് c. ദെൻ യുവിന് പകരം 4 - r² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ -1/3 ഇൻറ്റു 4 - r²⁵3/2 പ്ലസ് c. സോ r ഇൻറ്റു √4 - r²ൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു r ആണ് -1/3 ഇൻറ്റു 4 - r²⁵3/2. അത് യൂസ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു r ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ =0 to 2π -1/3 ഇൻറ്റു 4 - r²⁵3/2 dθ. ആറിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ -1/3 ഇൻറ്റു 0 to 2π 3⁵3/2 -4⁵3/2 dθ. 3⁵3/2 എന്നുള്ളത് 3√3ഉം 4⁵3/2 എന്നുള്ളത് 8ഉമാണ്. അത് യൂസ് ചെയ്യുമ്പോൾ -1/3 ഇൻറ്റു 0 to 2π 3√3 - 8 dθ. ദെൻ 3√3 - 8 ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 8 - 3√3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു തീറ്റ എന്ന് കിട്ടും. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 8 - 3√3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു π എന്ന് കിട്ടും. അതാണ് റീജിയൻ ഡിയുടെ വോളിയം.